ജീവിതത്തിൽ ഓരോന്നിനും ശരിക്ക് കണക്ക് പറയേണ്ടി വരും എന്ന ചിന്ത നമ്മുടെ ആളുകൾക്കും വേണം. അതുകൊണ്ട് തന്നെ നല്ല നിയ്യത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു കള്ളപ്രചരണത്തിനുള്ള മറുപടിയാണ് ഇത്, അത് എന്റെ ഇസ്ലാമികമായ ബാധ്യതയാണ്, അതല്ലാതെ എനിക്ക് മറ്റൊരു ലക്ഷ്യവും ഇല്ല എന്ന നിയ്യത്ത് നമുക്ക് വേണം. അതുപോലെ തന്നെ മറ്റു സഹോദരന്മാർക്ക് എല്ലാവർക്കും ഈ നല്ല ഉദ്ദേശം, നല്ല നിയ്യത്ത് വേണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊക്കെ ഒരു സാലിഹായ അമലായി നമ്മെ സ്വീകരിക്കുകയും ഹക്കിൽ നമ്മെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയും മറുഭാഗത്തുള്ള ആളുകൾക്ക് അള്ളാഹു ഹക്കിലേക്ക്, ഈ ഹക്കായ പാതയിലേക്ക് വരാനുള്ള മഹാ തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ഈ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു ഇടുക്കണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു വിശാലമായ ഹൃദയം നൽകുകയും ഹക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബിനെ ഞാൻ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ എല്ലാവർക്കും മൈക്കിന് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചില ആളുകൾ ചില വികൃതികൾ കാണിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ആ വികൃതി കാണിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, പിന്നെ നമ്മളെല്ലാം മുസ്ലിങ്ങളാണ്. നമുക്ക് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. നാം ഇവിടെ എന്ത് ചെയ്താലും അതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഒരു ലക്ഷ്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അല്ലാത്തൊരു വിഷയം, അത് മുടിയാണെന്ന്, റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞത് പ്രതിരോധിക്കുക മാത്രമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് വല്ല കഴിവുമുണ്ട് എങ്കിൽ അത് അത് ഇവിടെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് അനുവദിക്കുന്നതുമാണ്. പിന്നെ ഡോക്ടർ റഹ്മാന്റെ ഡൗട്ട്, പിന്നെ മൈക്കിന് എല്ലാവർക്കും ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൈക്ക് ചാടുന്നത് കൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് അഡ്മിന്മാരൊക്കെ അവരവരുടെ ഡോട്ട് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ വിഷാവതരണത്തിന് ശേഷം മുകളിലുള്ള ആളുകളുടെ ക്യൂ അനുസരിച്ച് അവരുടെ ഡോട്ട് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. പിന്നെ അതിനുശേഷം എല്ലാവർക്കും തന്നെ പിന്നെ സംസാരിക്കാനുള്ള അവസരം നൽകുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. ഡോക്ടർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സമയത്തോടെ ഇപ്പോൾ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇൻഷാ അല്ലാഹ്, ഞാൻ ഉസ്താദ് പറഞ്ഞ പോലെ ഇതൊരു പ്രയോഗം ചെയ്യുന്നതിലെ ഒരു മുസ്ലിമിന് ഒരിക്കൽ ഒരു കർത്തവ്യബോധം, അതിനെ തടയാനുള്ള ഒരു പങ്കെടുക്കണം എന്ന് അതിനെ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളും ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഇത്തരം സംഭവങ്ങൾ നമുക്ക് വേദനാജനകമാണ്, ദുഃഖകരമാണ്. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിത വേഷധാരികളുടെ അടുത്ത് നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വളരെ ദുഃഖമുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഇത്തരം വ്യാജം എല്ലാ തെളിവുകളോടുകൂടെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടും ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ നീണ്ടൊരു ചർച്ചയ്ക്ക് തുടക്കമിടുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ എണീറ്റ് നിൽക്കുന്നത്. ഏതായാലും ഇത്തരം സമയങ്ങളിൽ ഞാൻ മൈക്കെടുക്കുന്നത് വളരെ അപൂർവമായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് ഈ സമയത്ത് ക്ലാസ് റൂമിൽ വരുമ്പോൾ വളരെ കട്ടുണ്ടാവാറുണ്ട്. എന്റെ വ്യക്തിപരമായ അനുഭവം, അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകൾ എടുക്കുന്ന സമയമൊക്കെ ഉണ്ടാവുന്നത് തന്നെ. നമുക്ക് ഈ ഒരു അടുത്ത മാസങ്ങളിലായിട്ട് നമുക്ക് കാരന്തൂരിലുള്ള മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ സന്നദ്ധാന ഭാഗമായിട്ട് അവിടെ അബുദാബിയിൽ നിന്നുള്ള അഹമ്മദ് ഹസ്രജി എന്ന് പറയുന്ന വ്യക്തി കാന്തപുര അബൂബക്കർ മുസ്ലിയാർക്ക് ഒരു കേഷൻ കൈമാറുകയും അതിന് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി ഈകളുടെ വിഭാഗം
വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി പറയേണ്ടി വരുന്നത് അതിന് മുമ്പേ ഒരു കേശം വന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ വാദിച്ചിട്ടുണ്ട്. അവരുടെ ഉൾപേജുകളിൽ വളരെ ചെറിയ വാർത്തകളായിട്ട് അവർ കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി അവരൊരു പുതിയ കേശം അവതരിപ്പിക്കുകയും അതിന്റെ പേരിൽ ധാരാളം പണപ്പിരിവ് നടത്തുകയും മസ്ജിദ് ഉണ്ടാക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. മസ്ജിദ് ഉണ്ടാക്കുക ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാൻ അതിന് നമുക്ക് വിരോധമില്ല. എന്നാൽ അതിന് പേരിൽ ഉപയോഗിക്കുന്ന അത് എന്തിന്റെ പേരിലാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു കേശം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറയണമെങ്കിൽ അതിന് ഇസ്ലാമിൽ സ്വീകരിക്കപ്പെടുന്ന മാനദണ്ഡങ്ങളിൽ കൂടെയായിരിക്കണം. അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി തന്നെ ചോദ്യം ചെയ്യും. അത് സഹിഹ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിനെ എതിർക്കാനുള്ള കാരണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് പറയാനുള്ള കാരണം, പ്രധാനമായിട്ട് നമ്മുടെ ഉസ്താദുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിന് മുടി കൈമാറിപ്പുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ഉസ്താദുമാർ പല തവണ ഇവിടെ പറഞ്ഞ നിലപാടുകളെ കുറിച്ച് സംസാരിക്കാൻ സനദ് പറയുന്നത് തെറ്റാണ് എന്ന് പറയുകയും ഇങ്ങനെ ദീന ബിൽ ഇസ്നാദ് ബിൽ അസ്നാദ് എന്ന് ബഹുമാനപ്പെട്ട ഇവിടെ വിഭാഗത്തിന്റെ ഉന്നതപ്പെട്ട നേതാവ് തന്നെ പറയും, കിട്ടുവിൽ വെച്ചാക്കി പുരുട്ടസർ പറയുകയും ചെയ്ത നസബായിട്ടുള്ള സാധനം സനദായി അവതരിപ്പിക്കുകയും അതിനെ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് കാരന്തൂർ സനദ് അവർക്ക് പറഞ്ഞ് 1-2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയം പല പത്രസമ്മേളനങ്ങൾ, പലതവണ ഖണ്ഡന പ്രഭാഷണങ്ങൾ, പലതവണ കളവുകൾ, പല വൈരുദ്ധ്യവാദങ്ങൾ എല്ലാം കൊണ്ട് അവർ കുടുങ്ങിയിരിക്കുകയാണ്. ഏതായാലും സനദ് എന്നുള്ള വിഷയത്തിൽ അവർക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ തന്നെ അവർക്ക് വ്യക്തമായ നിലപാടുകൾ അവർക്ക് വയ്ക്കാനില്ല. നമ്മുടെ നിലപാട് പൊള്ളത്തരങ്ങളും നമ്മുടെ സമസ്തയുടെ നേരുന്നത് ഇതോടകം സനദിലാണ് കിട്ടിയത് എന്ന് കേശദാതാവ് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്ത ഒരു അവസരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ മുടിയുടെ അസാമാന്യ നീളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായ തെളിവ് എന്ന രീതിയിൽ തന്നെ പറയാവുന്നത് അവരുടെ സൈറ്റിൽ തന്നെ അരുളമൊഴിയുടെ വന്നു. പിന്നീട് അത് വിമർശനങ്ങളും പൊളിച്ചെഴുത്തുകളൊക്കെ വന്നപ്പോൾ അത് മാറ്റുകയും വീണ്ടത്തിലും വെച്ചു. അതൊന്നും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അതുപോലെ മത്തിരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എണ്ണം വളരെ കൂടുതലുണ്ട് എന്നുള്ളത് ആദ്യം OM തരുവൻ എഴുതിയ ഇനി എന്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഡോക്ടർ ബാഹുദ്ദീൻ അലി ഉസ്താദിനെ വളരെ നിശിതമായ രീതിയിൽ വിമർശിച്ച സമസ്തയെ ആക്രിക്കടയിൽ കൊണ്ടുപോയി തൂക്കി വിൽക്കണമെന്ന് ആക്ഷേപിച്ച OM മുഫ്തി അദ്ദേഹം പറഞ്ഞത് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തെളിവില്ല, ആ തെളിവ് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട നബി ഉസ്താദിനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം വിമർശിച്ചുകൊണ്ട് വളരെയധികം മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത ഈ OM തരുവാണയുടെ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ പറഞ്ഞത് അവിടെയുള്ള കേശങ്ങളുടെ ആധിക്യം നിഷേധിക്കുകയായിരുന്നു. നിഷേധിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവർ കേശത്തിന്റെ ആധിക്യം പരിശോധിക്കാൻ നിങ്ങൾക്ക് അബുദാബി വരാം, ആ വിളിയെ വളച്ചൊടിച്ച് അവിടുത്തെ കേശം പരിശോധിക്കാൻ വരാം, ഞാൻ അവിടെ ടീമുകൾ വെച്ചിരിക്കും, ഞാൻ അങ്ങോട്ട് എത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു നാടകങ്ങൾ രചിക്കുകയാണ് ചെയ്തു. അതാണ് കേശത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് പറയാം. അതൊക്കെ മനസ്സിലായാണ് കളിച്ചും കേരള ബദ്ധരായ ജനങ്ങൾക്കും എല്ലാം ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വ്യക്തിധാരം പുറത്തും ശേഷം അവർക്ക് ഇതിൽ ഒന്നും മിണ്ടാട്ടമില്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം എന്താണ് അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ന് പറയുന്ന പുതപ്പ്, വടി, ഷെയ്ഖ് അബ്ദുൽ ഖട്ടോ, മുടിക്കെട്ടുകൾ, താടിരോമങ്ങൾ, ഇതൊക്കെ തിരുശേഷിപ്പുകൾ എന്ന രീതിയിൽ ഇക്ബാൽ വലി ജാലിയവാല എന്ന് പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദും ഷെയ്ഖും മുറബിയ ഷെയ്ഖും എന്ന ഈ ഇക്ബാൽ വാലിയിലുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ വെളിപ്പെടുത്തൽ. പിന്നെ രണ്ടാമത് ഈ കാര്യത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന് നൽകിയ കത്ത് സംസ്ഥയുടെ നേതാക്കൾ കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ
ഈ അത്യപൂർവമായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ്തമായിട്ടുണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും കരുതാവുന്ന തുർക്കിയിലെ ഖിലാഫത്ത് എന്ന തുർക്കി മ്യൂസിയത്തിൽ പോലും എണ്ണിയിടുന്നതുള്ള വേഷങ്ങളും അതുപോലെ തന്നെ അത് എണ്ണത്തിലും അതുപോലെ തന്നെ വലിപ്പത്തിലുമെല്ലാം വളരെ അമൂല്യങ്ങളെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഈ തിരുശേഷങ്ങളുടെ ഒരു നിരക്ക് ബദലായിക്കൊണ്ട് ഇക്ബാൽ ജാലിയവാല എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അടുത്ത് ആയിരക്കണക്കിന് മുടികളും എല്ലാം സൂക്ഷിക്കുകയും അതിനു പുറമെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ക്ലാസ് റൂമിൽ പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇപ്പോഴും താവഴിയായിട്ട് അദ്ദേഹത്തിന്റെ കാലിലുണ്ട് എന്ന് പറയുകയും ആ ഒരു പാട് കാണിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഇവിടെ വമ്പിച്ച ശേഖരം സൂക്ഷിക്കുകയും തിരുശേഷങ്ങളൊന്നും അകപ്പെടുന്ന മുടി കൈവശത്തിയിട്ട് സനത് അവകാശിക്കുകയും ആ ഒരു അതേ സ്ഥലത്തു നിന്ന് കിട്ടിയ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വേറെ മുടി ഇറക്കുമതി ചെയ്യുവാനും വളരെ വേദനാജനകമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സനദില്ലാത്ത ഈ മുടിക്ക് സനത് ആവശ്യപ്പെട്ടുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇക്ബാൽ ജാലിയവാലക്ക് കൊടുത്ത കത്ത് കണ്ട് അതുപോലെ അത് ഈ ഇടത് വിഭാഗം അവകാശപ്പെട്ടിരുന്നത് ഈ കേശദാതാവ് ആദ്യത്തെ മുടികൾ കൊടുത്ത വ്യക്തി ബർക്കാത്തി ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ട വ്യക്തിയിൽ നിന്ന് നമുക്ക് അതുപോലെയുള്ള അവർക്ക് എങ്ങനെയാണോ കേശം കിട്ടിയത് അതുപോലെയുള്ള കേശം കിട്ടിയിട്ടുണ്ട്. അബൂബക്കർ മുസ്ലിയാരുടെ തന്നെ ഭാഷ്യത്തിൽ അതേ വ്യക്തിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെയാണ് കിട്ടിയത്, എന്തിനാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് അവർക്കറിയില്ല എന്നാണ് AP അബൂബക്കർ മുസ്ലിയാർ തന്നെ ഞങ്ങളുടെ നാടിനടുത്തുള്ള കളിയാട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി ഉദ്ഘാടന സമയത്ത് വ്യക്തമാക്കിയത്. ഇത്രയൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ഒരു പത്രസമ്മേളനത്തിന് മറുപടിയായിട്ട് വിഘടി വിഭാഗത്തിന്റെ നേതാക്കളോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഒരു പത്രസമ്മേളനം എന്ന രീതിയിലോ പത്രക്കുറിപ്പ് എന്ന രീതിയിലോ ഈ വെളിപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി അത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ്, അതിന് തെളിവില്ല അല്ലെങ്കിൽ തെളിവുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ മുച്ചൂടി നശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളാണ് ഇവിടെ ഔദ്യോഗികമായി പത്രസമ്മേളനം വിളിച്ച് നേതാക്കൾ നേരിട്ട് പറയുന്നു. ഇതിന് നിജമാണ് ഈ കുറിച്ച് അവരുടെ വാദം എന്താണ് എന്നുപോലും വ്യക്തമാക്കാൻ വിഘടിത വിഭാഗത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിന് മറുപടി എന്ന നിലയിൽ അവർ മറുപടിയായിട്ട് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊന്നും തൊടുന്നില്ല. അതിനു പകരം അവിടെ വായ തുറന്നിരുന്നു, അതുപോലെ തന്നെ ഉസ്താദുമാർക്കെതിരെ വ്യക്തിഹത്യ നടത്തുക, ഇങ്ങനെയുള്ള അണികളെ ശ്രദ്ധ തിരിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഇപ്പോൾ വിഘടിത വിഭാഗത്തിന്റെ നേതാക്കന്മാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാരെന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറിയ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതുപോലെ ഒരു യൂണിറ്റിന്റെ പോലും നേതാവാണ് എന്ന് അദ്ദേഹത്തിന് അറിയാത്ത വ്യക്തി നേടുന്ന അർസനിമാരും സഖാഫിമാരും ഒക്കെ വിമർശിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഈ ഒരു പുറത്തുവിട്ട വസ്തുതകളെയല്ല, അതെല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെ പുറത്തുവിട്ട വസ്തുതകളെയല്ല അവർ വിമർശിക്കുന്നത്. അവിടെ അങ്ങനെ പോയപ്പോൾ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ ക്യാമറയിൽ പിടിക്കാൻ പാടുണ്ടായിരുന്നു, അവിടെ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് അത് ആണിന്റെ മുടിയായിരുന്നു, പെണ്ണിന്റെ മുടിയായിരുന്നു, ഇത്ര മുടിയായിരുന്നു, ഇതൊക്കെ പറഞ്ഞതാ. ഇതൊക്കെ വൈരുദ്ധ്യമല്ലേ നിങ്ങൾ പറയുന്നത്? ആദ്യം നിങ്ങൾ പറഞ്ഞു